ഹായ് എവ്രി വൺ, വാട്സ്ആപ്പ് എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുകയല്ലേ? എടാ നമ്മുടെ സൺഡേ നമ്മുടെ എക്സാം ആണല്ലേ, ആ കാര്യം മറന്നിട്ടില്ലല്ലോ? മറക്കില്ല, എനിക്കറിയാം. യെസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത് എന്തിനെ പറ്റിയാണെന്നറിയോ? നീറ്റിൽ ഫിഗേഴ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തെ പറ്റിയിട്ടാണ്. എടാ 17th of July, അതായത് കമ്മിങ് സൺഡേ നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. നമ്മളൊന്ന് പെട്ടെന്നെല്ലാം ഒന്ന് മറച്ചു വെക്കും അല്ലേ? മറച്ചു വെക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിൽ ആദ്യം പിടിക്കുന്നത് റൈറ്റിങ്സ് ഒന്നും ആവൂല, മെയിനായിട്ട് എന്തായിരിക്കും? ഫിഗേഴ്സ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ ബയോളജി എന്നൊക്കെ ഫിഗേഴ്സ് കാണുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് എന്നുണ്ടെങ്കിൽ ഫുൾ കോൺഫിഡൻസ് ആയി. യെസ്, ഇതെനിക്ക് അറിയാം, അപ്പോൾ ഒരു ക്വസ്റ്റനെങ്കിലും എനിക്ക് അറിയുന്നതുണ്ട്. യെസ്, പക്ഷേ അറിയാത്തൊരു ഫിഗറാണ് കാണിച്ചത് എന്നുണ്ടെങ്കിൽ പോയോ, നമ്മൾ കോൺഫിഡൻസ് പോകില്ലേ? പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലതായിരിക്കും, അയ്യോ എനിക്ക് ആ ഫിഗർ അറിയില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമായൂല്ലേ? യെസ്, അതാണ് പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഫിഗേഴ്സ് ബയോളജിയിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും കുറേ ഫിഗേഴ്സ് ഉണ്ട് അല്ലേ? ഇപ്പം നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, പ്ലാന്റ് ഫിസിയോളജി, ആനിമൽ ഫിസിയോളജി, സെൽ ആയിക്കോട്ടെ, റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇക്കോളജി ആയിക്കോട്ടെ, ജനറ്റിക്സ് ആയിക്കോട്ടെ, എവല്യൂഷൻ ആയിക്കോട്ടെ, whatever. ഓക്കെ, സോ ഇതിലൊക്കെ എന്താണ്, ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫിഗേഴ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്ന്, ഫിഗറിന് താഴെ കൊടുത്തുള്ള ഡിസ്ക്രിപ്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ ഇത് സെപ്പറേറ്റ് വീഡിയോ ആക്കാൻ കാരണം എന്താ അറിയോ? ഇങ്ങനെ പറഞ്ഞാലാണ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ, അതെനിക്ക് അറിയാം. ഓക്കെ, യാ. അപ്പം ആ ഫിഗറിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ മറക്കാണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണേ വേണം കേട്ടോ. പിന്നെ ലേബൽ ചെയ്ത പാർട്സൊക്കെ അത് ഇന്നത് എന്ന് കറക്റ്റ് ഇവിടെ സ്റ്റോർ ചെയ്യണം, അല്ലാണ്ട് നിങ്ങൾ പോകരുത്. ഓക്കെ, എന്നിട്ട് നമ്മൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫിഗേഴ്സും നിങ്ങൾ കവർ ചെയ്യും, എനിക്ക് ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും കവർ ചെയ്യുന്നുണ്ടാവും അല്ലേ? സിമ്പിളാണ്, കുറേ സമയമൊന്നും എടുക്കില്ല. ഫിഗേഴ്സ് അല്ലേ, പെട്ടെന്ന് നമുക്ക് എല്ലാം അല്ലേ ഫിഗേഴ്സ് മാത്രം നോക്കി പോകണേ. ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം. യെസ്, ഐ നോ, യു നോ, യാ, യെസ്. അപ്പോൾ എന്താ, അപ്പോൾ എക്സാമിൽ ഹാളിൽ ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് വെക്കുമ്പോൾ ആ ഫിഗർ നമുക്ക് അറിയുന്നതാവും, കാരണം നമ്മൾ എല്ലാ ഫിഗറും നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫിഗർ അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പോൾ ഫിഗറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? സെയിം വിത്ത് കെമിസ്ട്രി അല്ലേ? നമുക്ക് എന്തെങ്കിലും ഫോർമുലാസ് ഒക്കെ തന്നിട്ട് പെട്ടെന്ന് അതായിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവുക. ഓർഗാനിക് കെമിസ്ട്രി എന്ന് എന്തെങ്കിലും ഫോർമുലാസ് ഒക്കെ തരുന്നുണ്ടാവും, എന്നിട്ട് നമുക്കത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർന്നോ? യെസ്, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കീറ്റോൺ അല്ലേ, അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡിനൊക്കെ ഒരു ഫിഗർ ഒരു ഇത് വന്നിട്ട് ചിലപ്പോൾ അയ്യോ ഇതിനാ നോക്കിയില്ലല്ലോ, പണിപാളിയോ. ഫിസിക്സ് നോക്കുമ്പോൾ ഒരു പുള്ളിൻ്റെ ഒരു ഫിഗർ എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻ ആണ്. യെസ്, അപ്പം തന്നെ ഒരു എനർജി കയറും അല്ലേ? അപ്പം തന്നെ നമുക്ക് കോൺഫിഡൻസ് കയറും. ഓവർ കോൺഫിഡൻസ് ആവരുത് കേട്ടോ, അത് ഞാൻ ഇപ്പോഴും പറയാണ്. ഓക്കെ, യാ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഫിഗേഴ്സിനെ പറ്റി എനിക്ക് കുറേ ഒന്നും പറയാനില്ല. അപ്പോൾ ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിട്ടുപോകരുത്. നമ്മൾ വായിച്ചു പോണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെട്ടെന്ന് എന്താ ഫിഗേഴ്സൊക്കെ പെട്ടെന്ന് വായിച്ചു പോണ ഇടയ്ക്ക് നമ്മൾ ഫിഗേഴ്സിനെ അങ്ങോട്ട് മാറ്റി നിർത്തും. അത് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, ഫിഗേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഓൾ. എല്ലാവരും ഉഷാറായിട്ട് വർക്ക് ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ, എന്തായാലും നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഉഷാറായിട്ട് അങ്ങോട്ട് ഇറങ്ങുക തന്നെ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങളെ വിശ്വസിക്കുക. ദാറ്റ്സ് ഇറ്റ്. എക്സാം എഴുതുക, ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് എക്സാം എഴുതിയിട്ട് നാളെ എന്ത് ചെയ്യണം? മെഡിക്കൽ കോളേജിലോട്ട് വാടാ. ഓക്കെ, സോ ബൈ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ബൈ.